SFI സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും. സംസ്ഥാന ഭാരവാഹികളെ ഇന്നറിയാം. വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന നേതൃനിരയായിരുന്നു SFIക്ക് കഴിഞ്ഞ തവണയുണ്ടായിരുന്നത്. സംസ്ഥാന സെക്രട്ടറി PM മാർഷോയ്ക്ക് പകരം നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് K അനുശ്രീയെ കൊണ്ടുവരാനുള്ള നീക്കം ഒരു വിഭാഗം നടത്തുന്നുണ്ട്. അതേസമയം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഇത്തവണ അനുശ്രീയെ തിരഞ്ഞെടുത്തതിനാൽ സാധ്യത കുറവാണെന്നും കേൾക്കുന്നു. വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, ഈ നിരവധി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ SFIക്കെതിരെ നിരവധി ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പോലും K സുധാകരൻ ഇത്തരത്തിലൊരു ആരോപണം പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി ആ ഒരു വേദിയിൽ പറഞ്ഞ പ്രസ്താവനയ്ക്കെതിരായി. എന്തായാലും ഇപ്പോൾ ഇന്ന് സമ്മേളനം സമാപിക്കുന്നു. ആർഷോയ്ക്ക് പകരം അനുശ്രീ വരുമോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് SFIയുടെ സംസ്ഥാന സമ്മേളനം സമാപിക്കുന്നതോടുകൂടി പുതിയ ഭാരവാഹികളെയും സമ്മേളനത്തിൽ തന്നെ തെരഞ്ഞെടുക്കും എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ PM ആർഷോയെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റും എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. പകരം ആര് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ K അനുശ്രീയുടെ പേരൊക്കെ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. അനുശ്രീ നിലവിൽ SFIയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് PM ആർഷോ സെക്രട്ടറിയുടെ സ്ഥാനത്ത് നിന്ന് മാറുകയാണെങ്കിൽ അവിടേക്ക് K അനുശ്രീ എത്തും എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. പക്ഷേ അതിൽ മറ്റൊരു പ്രശ്നം നിലനിൽക്കുന്നത് K അനുശ്രീയെ നിലവിൽ കണ്ണൂർ ജില്ലയിലെ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്തവണയാണ് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അത്തരത്തിലൊരു പശ്ചാത്തലം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ SFIയുടെ സെക്രട്ടറി സ്ഥാനത്തേക്കും K അനുശ്രീ എത്തുമോ എന്നുള്ളത് ഒരു സംശയമായിട്ട് നിൽക്കുന്നുണ്ട്. അതിന് സാധ്യത വളരെ കുറവാണ് പരിഗണിക്കപ്പെടുന്നത്. കാരണം കണ്ണൂർ ജില്ലയിൽ കേന്ദ്രീകരിച്ച് പാർട്ടിയുടെ ഒരു പ്രമുഖ വനിതാ നേതാവായിട്ട് K അനുശ്രീയെ തയ്യാറാക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. PP ദിവ്യ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും കേസുകളും ഒക്കെ ഉണ്ടായ സാഹചര്യത്തിൽ അവിടുന്ന് ഒരു പക്ഷേ K അനുശ്രീയെ പ്രമുഖ ഒരു നേതാവായിട്ട് ഒരുക്കിക്കൊണ്ടുവരുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ പാർട്ടി നടത്തുമ്പോൾ വീണ്ടും SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് K അനുശ്രീക്ക് വീണ്ടും ഒരു പദവി കൊടുക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടതായിട്ടുള്ളത്. എന്തായാലും അത്തരത്തിലൊരു SFIയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് K അനുശ്രീ വരികയാണെങ്കിൽ മറ്റൊരു ചരിത്രം കൂടി കുറിക്കപ്പെടും എന്നുള്ളതാണ്. ആദ്യത്തെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഒരു വനിത വരുന്നു എന്നുള്ള ഒരു പ്രാധാന്യം കൂടി അതിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതേസമയം തന്നെ മറ്റ് പലരുടെയും പേരുകൾ ഈ സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പോൾ തന്നെ കേൾക്കുന്നു എന്നുള്ളതാണ്. മറ്റ് ജില്ലകളുടെ കമ്മിറ്റി നേതാക്കളുടെ പേരുകളൊക്കെ തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി PS സഞ്ജീവിന്റെ പേര് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി M ശിവപ്രസാദ്, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി SK ആദർശ്, ഇവരുടെയൊക്കെ പേരുകൾ ഇങ്ങനെ ഈ പദവികളിലേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവരിൽ ആരായിരിക്കും SFIയുടെ അടുത്ത പുതിയ സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ് എന്നൊക്കെയുള്ളത് ഇന്നിപ്പോൾ അറിയാൻ സാധിക്കും. SFIയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ, വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ. ക്യാമ്പസുകളിലെ റാഗിംഗ് സംബന്ധിച്ചുള്ള വിഷയത്തിലായാലും ഈ സംഘടന പ്രതിനിധികൾ ലഹരി ഉപയോഗിച്ചു എന്ന വിഷയത്തിലൊക്കെ ആയാലും വലിയ രീതിയിൽ നേതൃത്വത്തിനകത്തു നിന്ന് തന്നെ വിമർശനങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു തിരുത്തൽ വേണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ SFIക്ക് അകത്തും പുറത്തും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. CPM നേതാക്കൾ ഉൾപ്പെടെ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ SFI നേതാക്കളോടും കുട്ടികളോടും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ കൂടി ആയിട്ട് ചേരുന്ന സംസ്ഥാന സമ്മേളനമാണ് എന്നുള്ളതാണ്. ആ സമ്മേളനത്തിൽ അടുത്ത പ്രതിനിധികളെ, അടുത്ത പുതിയ ഭാരവാഹികളെ കണ്ടെത്തുമ്പോൾ ഈ പ്രതിസന്ധികളെയൊക്കെ മറികടന്ന് SFIയെ ഉയർച്ചയിലേക്ക് വീണ്ടും നല്ലൊരു കാലത്തേക്ക് നയിക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇവരിൽ ആരായിരിക്കും പുതിയ സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി എന്നുള്ളതൊക്കെ തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. K അനുശ്രീയുടെ പേര് ഒന്നെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ആ പദവിയിൽ തന്നെ, അതായത് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ തന്നെ തുടരുമോ അതോ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമോ, അല്ലെങ്കിൽ ഈ പദവി SFIയിൽ നിന്നുള്ള ഒരു പദവികളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുമോ എന്നൊക്കെ തന്നെ ഇന്നിപ്പോൾ അറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്തായാലും മറ്റ് ചർച്ചകൾ SFI സംബന്ധിച്ച് ഇനി തിരുത്തലുകൾ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ ഒരു പാളിച്ചകളാണ് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ നടന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഒരു സമയത്തിലുടനീളം എന്തൊക്കെ പാളിച്ചകളാണ് തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സമ്മേളന കാലയളവിലൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത് ഇനി
പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത് അടുത്ത വർഷത്തേക്ക് കടക്കുമ്പോൾ ആ തെറ്റ് തിരുത്തൽ നയം SFI കൊണ്ടുവരുമോ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിൽ ഇപ്പോൾ കോട്ടയം റാഗിങ്ങിലെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രതിക്കടക്കം ഈ SFIയുടെ ഒരു ബന്ധമുണ്ട്, SFIയുമായിട്ട് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ കാര്യവട്ടം ക്യാമ്പസിൽ വീണ്ടും ഒരു റാഗിംഗ് വിഷയം വന്നിട്ടുണ്ട്. അതിലും ഈ യൂണിറ്റ് മുറിയിൽ കൊണ്ടുപോയി ഇടിച്ചു എന്നുള്ളതാണ് വിദ്യാർത്ഥി പറയുന്ന പരാതി. അത്തരത്തിൽ SFIക്ക് മേലെയാണ് ആ കുറ്റവും വന്നു വീണിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഇതൊക്കെ തന്നെ മറികടക്കാൻ SFIയുടെ പുതിയ സംസ്ഥാന ഭാരവാഹികൾക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സെലക്ഷൻ ആയിരിക്കും ഈ പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPM നേതാക്കളുടെ അടക്കം നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ടായിരിക്കും അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുക എന്നുള്ളതാണ്. എന്തായാലും ആരൊക്കെയാണ് എന്നുള്ളത് ഇന്നിപ്പോൾ അറിയാൻ സാധിക്കും. സൂര്യ, SFIയുടെ നിലപാടുകളിൽ തിരുത്തൽ വേണമെന്ന് നമ്മൾ പറയുമ്പോൾ നിരവധി സംഭവങ്ങളുണ്ട്. റാഗിങ്ങൾ അടക്കം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നിരവധി സംഭവങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞു വന്നിരുന്നത് സർക്കാർ സ്വകാര്യ സർവകലാശാല ബില്ലിൽ നയം മാറിയപ്പോൾ SFIയുടെ നയം മാത്രം മാറിയിട്ടില്ല, അല്ലെങ്കിൽ SFI അന്ന് സ്വീകരിച്ച നിലപാടിൽ നിന്ന് പുതിയൊരു നിലപാട് ഇതുവരെ വ്യക്തമായിട്ടില്ല. ആ ഒരു നിലപാടിൽ ഇപ്പോഴത്തെ നിലവിലെ സംഭവത്തിൽ സ്വകാര്യ സർവകലാശാല ബില്ലുമായി ബന്ധപ്പെട്ട് SFIയുടെ ഇപ്പോഴത്തെ നിലപാടിന് ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല. തീർച്ചയായിട്ടും സ്വകാര്യ സർവകലാശാല ബില്ലിന് സർക്കാർ ഒരു സമ്മതം മൂളിയപ്പോൾ ആദ്യം എല്ലാവരും ഉറ്റുനോക്കിയത് SFIയുടെ പ്രതികരണം തന്നെയായിരുന്നു. SFIയുടെ നേതാക്കൾ എന്ത് മറുപടിയാണ് സ്വകാര്യ സർവകലാശാല ബില്ലിന് നൽകുന്നത് എന്നത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമായിരുന്നു. കാരണം വിദ്യാർത്ഥി സംഘടനകളിൽ ഏറ്റവും വലിയ വിയോജിപ്പ് സ്വകാര്യ സർവകലാശാലകൾക്കെതിരെ ഉയർത്തിയത് SFI തന്നെയാണ്. വലിയ രീതിയിലുള്ള അക്രമങ്ങൾ തന്നെ നടത്തുന്ന തരത്തിലുള്ള സമരങ്ങളാണ് SFI കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം TP ശ്രീനിവാസനെയൊക്കെ അടിച്ച് താഴെയിടുന്ന സമീപനം ആ കാലഘട്ടത്ത് SFI നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും പിന്നീട് ഈ CPIM നേതാക്കൾ തന്നെ TP ശ്രീനിവാസനോട് മാപ്പ് പറയുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യമുണ്ട്. നിലവിൽ ഈ ബില്ലിന് സർക്കാർ അംഗീകാരം നൽകുകയും സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്ത് അനിവാര്യമാണ് എന്ന നയമാറ്റ പ്രഖ്യാപനം നടത്തുമ്പോൾ SFI അത്തരത്തിലൊരു മാപ്പപേക്ഷയോ അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളിൽ ഒരു തിരുത്തൽ വരുത്തുകയോ ചെയ്യണം എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന്. പക്ഷെ അത്തരത്തിലൊരു തിരുത്തൽ SFIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. TP ശ്രീനിവാസനോടടക്കം ഒരു ക്ഷമാപണം SFI ചോദിക്കേണ്ടതല്ലേ എന്നുള്ള ഒരു ന്യായപരമായ ചോദ്യമൊക്കെ തന്നെ ആ സമയത്ത് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള നയം മാറ്റമോ അല്ലെങ്കിൽ സ്വകാര്യ സർവകലാശാലകളിൽ എന്ത് നിലപാടാണ് തങ്ങൾ സ്വീകരിക്കുന്നത് എന്നതിന്റെ ഒരു പ്രതികരണമോ SFI നടത്തിയിട്ടില്ല. അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ ഈ SFIക്ക് എതിരെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റ് നിരവധിയായിട്ടുള്ള കാര്യങ്ങളിൽ ഈ ഗവർണർ വിഷയത്തിൽ തന്നെ ചാൻസലർ വിഷയത്തിൽ തന്നെ ചാൻസലറെ വലിയ രീതിയിൽ പ്രതിരോധം തീർത്ത് ഈ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ SFI തീർത്തത് അത് SFIക്ക് ഒട്ടും തന്നെ ഗുണം ചെയ്തിട്ടില്ല എന്നുള്ള വിലയിരുത്തൽ കൂടി ഈ പാർട്ടി സംഘടനകൾക്ക് അകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ SFIക്ക് നേരിടേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആ കാര്യത്തിലൊക്കെ തന്നെ ഒരു തിരുത്തൽ അടുത്ത SFI സംസ്ഥാന കമ്മിറ്റി പ്രതിനിധികൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംസ്ഥാന പ്രസിഡന്റെയും സെക്രട്ടറിയും ഒക്കെ തന്നെ തിരഞ്ഞെടുത്ത് ഒരു തിരുത്തൽ SFIക്ക് അകത്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ കൊണ്ടുവരുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയേണ്ടതായിട്ടുള്ളത്. എന്തായാലും ആരാകും പുതിയ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും എന്നൊക്കെയുള്ളത് ഇന്നിപ്പോൾ അറിയാൻ സാധിക്കും. ശരി സൂര്യ.